അടയ്ക്കാത്തലപ്പുകൾ ചിലയ്ക്കുന്നു. അനഘ എസ് ബൈജു, MA ഇംഗ്ലീഷ്. കാവ്യാത്മകമായ ഒരു ധനുമാസ രാത്രിയാണ് രംഗം. എന്തൊരു കാൽപ്പനിക സൗന്ദര്യമാണ് കേരളത്തിലെ ധനുമാസ രാത്രികൾക്കുള്ളത്. തിരിയിട്ട് കൊളുത്തിയ മുത്തുവിളക്കുമായി ധനുമാസ രാത്രികൾ വന്നു. വയലാർ ഒരു സിനിമാ ഗാനം എഴുതിയിട്ടുണ്ട്. രാത്രികാലത്തെ ആഘോഷിക്കുന്ന ഒരു സെൻഷ്യൽ ഉത്സവമായ ധനുമാസത്തിലെ തിരുവാതിരയും ഈ രാത്രികളിൽ തന്നെ. ഈ വേളകളെ ആരാധിക്കാതെ തരമില്ല. എന്തൊരു തെളിച്ചമാണ് ആകാശത്തിനും നക്ഷത്രങ്ങൾക്കും. പെരുമീൻ മുതൽ നിറം മങ്ങിയ സാധാരണ നക്ഷത്രങ്ങൾ വരെ നിന്ന് കത്തും. നക്ഷത്രങ്ങളുടെ മികച്ച പ്രദർശനം കണ്ട് കാമുകി കാമുകന്മാർ, അമ്മയും കുഞ്ഞും, യോഗ്യവര്യന്മാർ, റോഡരികിൽ സുഖമായി കിടക്കുന്ന മദ്യപന്മാർ, അങ്ങനെ എല്ലാവരും സുഷുപ്തി പോകും. അങ്ങനൊരു ധനുമാസ രാത്രിയാണ് രംഗം. തെക്കൻ കേരളത്തിലെ ഒരു വലിയ അടയ്ക്കാത്തോട്ടത്തിൽ അടയ്ക്കാമരങ്ങൾക്കു മുകളിലായി ഒരു കൂട്ടം പെൺപ്രേതങ്ങളുടെ ചെറിയൊരു ചർച്ച അരങ്ങേറുന്നു. ഓരോ അടയ്ക്കാമരത്തലപ്പിലും ഓരോ പ്രേതസുന്ദരി വീതം ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞു. അവരിൽ 16കാരികളുണ്ട്, മധ്യവയസ്കരുണ്ട്, തലമൂത്ത അമ്മച്ചി പ്രേതങ്ങളുമുണ്ട്. വിദ്യാർത്ഥിനി പ്രേതങ്ങൾ, എഴുത്തുകാരി പ്രേതങ്ങൾ, ഡോക്ടർ, നഴ്സ് പ്രേതങ്ങൾ, വീട്ടമ്മ പ്രേതങ്ങൾ, അങ്ങനെ പലരുമുണ്ട്. പല ജോലികളിൽ നിന്ന് വിരമിച്ചവർ. വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രജാലങ്ങൾക്കു താഴെ കാറ്റ് നിലച്ചു. മരങ്ങൾക്കു മീതെ ഒരു ചെറിയ മീറ്റം. 16കാരി പ്രേതത്തിന് അടയ്ക്കാമരത്തിന്റെ മുകളിൽ ഇരുപ്പുറയ്ക്കുന്നില്ല. അവൾ നീണ്ട ഇടതൂർന്ന മുടി മാന്തി പറിച്ചുകൊണ്ട് ഏതാണ്ടൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. കുറച്ചു നേരത്തെ അസ്വസ്ഥതയ്ക്ക് ശേഷം ശാന്തയായി അവൾ ഒരു ചോദ്യം മുന്നോട്ട് വെച്ചു. ആണിനെ എങ്ങനെ വകവരുത്താം? സാർവകാലിക പ്രസക്തിയുള്ള ചോദ്യം. ഐ ആം പ്രൗഡ് ഓഫ് യു ഡാർലിംഗ്. എഴുത്തുകാരി പ്രേതം ഉണർന്നു. ഗാഠമായ ആലോചനകളുടെ ഒരു വട്ടമേശ സമ്മേളനമാണ് പിന്നീടുണ്ടായത്. പ്രേതങ്ങളുടെ തലപുകഞ്ഞുണ്ടായ ഒരു ചുവന്ന വെളിച്ചം വിദൂരങ്ങളിലെ ഏറുമാടങ്ങളിൽ കാവലിരിക്കുന്ന മനുഷ്യന്മാർ കണ്ട് കൈകൂപ്പുകയും ശേഷം ഓരോ ഭയങ്കര മന്ത്രങ്ങൾ കൊണ്ട് സ്വയരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ ഈ ആണിനെ വകവരുത്താൻ അപകടമരണമാണ് ഉത്തമം. പെൺപ്രേതങ്ങളിൽ മധ്യവയസ്സിൽ ഫ്രീസായി പോയ ഒരുവൾ പറഞ്ഞു. ബുള്ളറ്റിൽ പാഞ്ഞു വരുമ്പോൾ മൃദുവായി ബാലൻസ് തെറ്റിക്കുക. വകവരുത്തുമ്പോഴും സൗന്ദര്യാത്മകത കണക്കിലെടുക്കുന്നവളാണ് അന്തസ്സുള്ള പ്രേത. ബാലൻസ് തെറ്റി മതിലിലിടിപ്പിക്കുന്നു. തീർന്നു കഥ. അടയ്ക്കാമരങ്ങളിൽ ചിലതിൽ നിന്നും നേർത്ത കയ്യടികൾ കേട്ടു തുടങ്ങി. ബുള്ളറ്റില്ലാത്തവന്മാരെ വീട് കയറി രാത്രികാലങ്ങളിൽ നിഴലിളക്കുന്ന മൂലകളിൽ ഒളിഞ്ഞിരുന്ന് തക്ക സമയത്ത് അവന്മാരുടെ നെഞ്ചത്തോട്ട് ചാടി പേടിപ്പിച്ച് വകവരുത്താം. പല്ലും നഖവും മറ്റും ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് കൂടുതൽ അടയ്ക്കാമരങ്ങളിൽ നിന്നും വാ ഭേഷ് മുതലായ സംതൃപ്ത സ്വരങ്ങളും പതിഞ്ഞ കയ്യടികളും ചിരികളും കേൾക്കാറായി. സദസ് ഉണരുകയാണ്. കാലാതിവർത്തിയായ ഒരു ക്ലാസിക് വകവരുത്തലുണ്ട്. പ്രകൃതി പ്രയോഗം. ചക്ക, തേങ്ങ മുതലായ മർമ്മങ്ങളിൽ പതിപ്പിക്കുക. പട്ടി, കാള, ചെന്നായ മുതലായവയെ ഉപയോഗിക്കുക. നിങ്ങൾ ആലോചിക്കാഞ്ഞിട്ടാണ്. വേണമെന്ന് വെച്ചാൽ ഏതു വിധേനയും വകവരുത്താം. മറ്റൊരുവൾക്ക് ദേഷ്യം വന്നു തുടങ്ങി. മുക്കിക്കൊല, പേടിപ്പിച്ചുകൊല, കഴുത്തറുത്തുകൊല, കഴുത്തൊടിച്ചുകൊല, കൂട്ടക്കൊല, ഏകാന്തക്കൊല, നാടകീയമായ കൊല, തൂവൽ പോലെ നനുത്ത കൊല എന്നിങ്ങനെ പലതരം കൊലകൾ തന്നെ അടയ്ക്കാത്തലപ്പിൽ ചൂടോടെയും വീറോടെയും ചർച്ച ചെയ്യപ്പെട്ടു. പെൺപ്രേതങ്ങളുടെ ആരവം ചില്ലുപാത്രങ്ങൾ തകരുന്ന കൂർത്ത ശബ്ദത്തിൽ ഏറുമാടങ്ങൾ ലക്ഷ്യമാക്കി പായുകയും അതിലെ മനുഷ്യന്മാർ കുറെ കൂടി ഭയാനകമായ മന്ത്രങ്ങൾ കൊണ്ട് അവയ്ക്ക് മറുപടി നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായാണ് പെൺപ്രേതങ്ങളിലെ വളരെ പ്രായം ചെന്ന അമ്മച്ചി പ്രേതം തനിക്കായി നിർമ്മിച്ച കാവിലെ വെള്ളിയാഴ്ച പൂജയൊക്കെ കൈകൊണ്ട് ചെറിയൊരു ഓലവട്ടിയിൽ പഴവും മലരും മറ്റുമായി കടന്നു വന്ന് അമ്മച്ചിപ്രേതം ചിന്താവിഷയം കേട്ട് ചെമ്മീൻ സിനിമയുടെ അവസാനം ഷീല സത്യനെ നോക്കി ചിരിക്കുന്ന ക്ലാസിക് പുച്ഛച്ചിരി ചിരിച്ചുകൊണ്ട് മലർ കൊറിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ഒന്നു പറഞ്ഞു. ആണിനെ കൊല്ലണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ കൊല്ലണം. ഏത്? പ്രേതങ്ങൾക്കിടയിൽ ധനുമാസ രാത്രിയിൽ പോലും പുകമഞ്ഞുപോലെ അങ്കലാപ്പ് പടർന്നു. വല്ലവന്മാരും കൊന്നിട്ട ഇപ്പോൾ ഈ ഗതിയായി മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത്. ഇനി എന്ത് കൊല്ലാൻ?
16കാരിയുടെ മുടി കാറ്റ് തട്ടാതെ തന്നെ ഭീകരമായി ഉലഞ്ഞു. അവൾ കരയുകയായിരുന്നു. ആ കരച്ചിൽ കേട്ട് ഏറുമാട മനുഷ്യരുടെ നെഞ്ചുവരെ പൊള്ളിച്ചു വന്നു. അമ്മച്ചിപ്രേതം വട്ടിയിലെ പഴങ്ങൾ 16കാരിക്ക് നേരെ നീട്ടി. അവളോടൊപ്പം അതേ അടയ്ക്കാമരത്തിൽ ഇരുന്നു കൊണ്ട് തുടർന്നു. ഈ അടയ്ക്കാത്തോട്ടം നാട്, കാട്, വഴി, കാട്ടുവഴി, ഏറുമാടം, കാവ്, കവല, കുടുംബം, കല്യാണം, അടിയന്തിരം, പാൽകാച്ചൽ, ചോറൂണ് എന്ന് വേണ്ട നമ്മൾ ഇന്ന് ഉണർന്നെഴുന്നേറ്റ മിഥ്യ, നമ്മളെ ഉണരാൻ വിടാത്ത യുക്തി, ഭൗതികാനന്ദം, അഭൗതിക പ്രജ്ഞ, ആദിഭൗതികമായ ആവേശം, നമ്മൾ പ്രേതങ്ങളുടെ സത്ത, മനുഷ്യരുടെ സത്ത, തെറ്റ്, ശരി, ആണ്, പെണ്ണ്, എല്ലാം ആണാണ്, ആണത്തമാണ്, ആണിസമാണ്. പുകമഞ്ഞ് മാറിയിട്ടില്ലെങ്കിലും പുതിയൊരു വെളിപാടിന്റെ വെളിച്ചത്തിന്റെ പാടുകൾ പ്രേതപ്രജ്ഞയിൽ വീണു തുടങ്ങി. ചിലർ കണ്ണുകൾ ചുരുക്കി ആലോചിച്ചപ്പോൾ ചിലർ കണ്ണുമിഴിച്ചന്താളിച്ചു. ചിലർ അർത്ഥപൂർണമായി ചിരിച്ചപ്പോൾ ചിലർ കനൽ പോലെ തിളയ്ക്കുന്ന കണ്ണീരൊഴുക്കി. ചിലർ കൈയടിച്ചപ്പോൾ ചിലർ കാതുപൊത്തി. ചിലർ പറന്നു പൊങ്ങിയപ്പോൾ ചിലർ ഒന്നുകൂടി അമർന്നിരുന്നു. കരഞ്ഞു കലങ്ങിയ 16കാരി പെൺകുഞ്ഞ് പ്രേതത്തിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. അമ്മച്ചി പ്രേതം അടയ്ക്കാത്തോട്ടത്തിലെ പ്രേതസുന്ദരികളോടായി ആഹ്വാനിച്ചു, ഇനി പറ, ഈ ആണിനെ എങ്ങനെ വകവരുത്താം?